ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പോപ്പുലേഷൻ മൈഗ്രേഷൻ സെറ്റിൽമെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷൻ മൈഗ്രേഷൻ ഈ രണ്ട് ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് സെറ്റിൽമെൻറ്റ്സ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മാൻ സ്റ്റാർട്ടഡ് agricultural practices about 12,000 years back. As a result, habitats started to emerge near farmlands. Later, different type of human habitats developed due to various human activities and migrations. The clusters of permanent or temporary human habitats of different sizes are termed settlements. The clusters of permanent or temporary human habitats of different sizes are termed settlements. കൃഷിയുടെ ആരംഭത്തോടുകൂടിയാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസം ആരംഭിച്ചത്. കൃഷിയുടെ വളർച്ചയോടുകൂടി മനുഷ്യരുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്ത പ്രവർത്തന മേഖലകൾ വ്യത്യാസം വന്നതോടുകൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും പല രീതിയിലുള്ള വീടുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. പെർമനൻ്റ് ആയോ ടെമ്പററി ആയോ വിവിധ വലിപ്പങ്ങളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തെയാണ് സെറ്റിൽമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമനൻ്റ് ആയോ ടെമ്പററി ആയോ താമസിക്കുന്നതിന് വേണ്ടി ആളുകൾ വീടുകൾ വെക്കാറുണ്ട് അല്ലേ. പല വലിപ്പത്തിലുള്ള വീടുകൾ, പല സൈസിലുള്ളത്, പല ടൈപ്പിലുള്ള വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വീടുകളുടെ കൂട്ടത്തെയാണ് സെറ്റിൽമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The distribution pattern of settlement is not the same everywhere. Some factors influence for selecting the location of settlements. The following are the major factors: favorable climate, availability of water, employment opportunities, industrialization, security, urbanization, facilities for agriculture. Human settlements can be classified into two types based on population as well as their major economic activity. First one is rural settlements. Second, urban settlements. Rural settlements. Places with comparatively low population where the people largely depend on agriculture for their livelihood is called rural settlements. Houses are usually constructed using locally available raw materials. സെറ്റിൽമെൻറ്റ്സിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും. റൂറൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ള താമസ സ്ഥലങ്ങൾ. താരതമ്യേന പോപ്പുലേഷൻ അവിടെ കുറവായിരിക്കും. കൂടുതൽ ആളുകളും അവിടെ ആശ്രയിക്കുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും കൂടുതൽ ആളുകളും ചെയ്യുന്നത്. അവിടുത്തെ വീടുകളുടെ പ്രത്യേകത ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും റൂറൽ സെറ്റിൽമെൻറ്റ്സിൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. Based on their distribution pattern, there are two types of rural settlements. Look at the pictures. What differences can you notice in spacing of habitats? In places with favorable conditions, houses are seen in close vicinity of each other. Such places of human habitations are called nucleated settlements. This kind of settlement is formed in the fertile river valley plains. Well-knit social relationship and identical nature of employment are the characteristics of such settlements. സെറ്റിൽമെൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ അനുസരിച്ച് റൂറൽ സെറ്റിൽമെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അനുകൂല സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ, അനുകൂല സാഹചര്യം എന്ന് പറയുമ്പോഴേക്കും റൂറൽ സെറ്റിൽമെൻറ്റ്സിൽ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് തൊഴിലായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരിക്കണം, നിരപ്പായിട്ടുള്ള ലാൻഡ് ഏരിയ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇതൊക്കെയാണ് അവിടുത്തെ അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറയും. അങ്ങനെ അനുകൂല സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ വളരെ അടുത്തായിട്ടായിരിക്കും വീടുകൾ ഉണ്ടാവുക. ഇത്തരം ഹാബിറ്റേഷൻസിനെ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഫെർട്ടൈൽ റിവർ വാലി പ്ലെയിൻസിൽ ന്യൂക്ലിയേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് വളരെ ഉയർന്നതായിരിക്കും. ആളുകൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം വളരെ ഉയർന്നതായിരിക്കും. അതുപോലെ ഒരേ ജോലി ചെയ്യുന്നവരായിരിക്കും, ഒരേ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും അവിടെയുള്ളവരെല്ലാവരും തന്നെ. ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഫിഷിംഗ് അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും. The settlements where houses are located further apart as seen in figure are called dispersed settlements. Undulating topography and other unfavorable conditions result in people living in isolation. In such settlements, the people are brought together by places of worship, market, etc. യാത്രാ സൗകര്യം കുറഞ്ഞതും നിരപ്പല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ വീടുകൾ വളരെ അകന്നായിരിക്കും സ്ഥിതി ചെയ്യുക. അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ്സ് ആണ് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സ്. ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സിൽ സാമൂഹിക ബന്ധം, ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കുറവായിരിക്കും. ആളുകൾ കാണാനുള്ള സാഹചര്യം വളരെ കുറവാണ്. മാർക്കറ്റിലോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആരാധനാലയങ്ങളിലൊക്കെ വെച്ചായിരിക്കും അവർ പലപ്പോഴും കണ്ടുമുട്ടുക. There are some places where the settlements are neither fully nucleated nor dispersed. Such settlements are called semi-clustered settlements.
Due to high population and lack of space, it is difficult to distinguish the rural settlement in Kerala as mentioned above. Patterns of rural settlements. Based on the favorable factors such as accessibility, availability of water, etc., nucleated settlements take different shapes. Different patterns can be seen by aerial observation of a group of settlements. Observe the pictures to understand a few such patterns. Based on the situations, rural settlements may also develop in shapes such as rectangular, triangular, etc. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അവൈലബിലിറ്റി ഓഫ് വാട്ടർ തുടങ്ങിയ ഫേവറബിൾ ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് റൂറൽ സെറ്റിൽമെൻറ്റ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്സ് ഉണ്ടാകാറുണ്ട്. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് റൂറൽ സെറ്റിൽമെൻറ്റ്സിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷേപ്സ് കാണാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ലീനിയർ പാറ്റേൺ, സ്റ്റാർ പാറ്റേൺ, സർക്കുലർ പാറ്റേൺ തുടങ്ങിയ പാറ്റേൺസ് ഒക്കെയാണ് ഉണ്ടാകാറ്. ലീനിയർ പാറ്റേൺ, settlement pattern that develops parallel to features such as roads, rivers, coastlines, etc. റോഡ്സ്, റിവേഴ്സ്, കോസ്റ്റ് ലൈൻ എന്നിവയ്ക്ക് പാരലൽ ആയിട്ടായിരിക്കും ഈ ഭാഗങ്ങളിൽ വീടുകൾ ആൾക്കാർ നിർമ്മിക്കുക. അങ്ങനെയുള്ള പാറ്റേൺസിനെയാണ് ലീനിയർ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്നത് പറയുന്നത് വീടിൻ്റെ ഷേപ്പല്ല, സെറ്റിൽമെൻറ്റ്സിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. വീടുകളുടെ കൂട്ടത്തിൻ്റെ ഷേപ്പാണ്. ഓരോ വീടും റോഡിന് അഭിമുഖമായിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റിവറിന് അഭിമുഖമായിട്ടായിരിക്കും, റിവറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ, റോഡിനെ ഫേസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ആ പാറ്റേൺ, അങ്ങനെ വീടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിർമ്മിക്കുന്ന രീതിയിലുള്ള പാറ്റേണിനെയാണ് ലീനിയർ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സർക്കുലർ പാറ്റേൺ. സെറ്റിൽമെൻറ്റ് പാറ്റേൺ ദാറ്റ് ഡെവലപ്സ് അറൌണ്ട് ഫീച്ചേഴ്സ് സച്ച് ആസ് വാട്ടർ ബോഡീസ്, പാസ്റ്റേഴ്സ്, പ്ലേസ് ഓഫ് വർഷിപ്പ്, എക്സെട്ര. വാട്ടർ ബോഡീസ്, പാസ്റ്റേഴ്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് തുടങ്ങിയവയെ ചുറ്റി രൂപം കൊള്ളുന്ന സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണ് സർക്കുലർ പാറ്റേൺ. സ്റ്റാർ പാറ്റേൺ ഈസ് എ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ദാറ്റ് ഡെവലപ്സ് അറ്റ് പ്ലേസസ് വെർ ഡിഫറെൻറ്റ് റോഡ്സ് കൺവെർജ്. റോഡുകൾ കൂടിച്ചേർന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണ് സ്റ്റാർ പാറ്റേൺ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അർബൻ സെറ്റിൽമെൻറ്റ്സ്. The settlements have a high population which is mostly dependent on non-agricultural sectors are called urban settlements. Urban settlements are mostly nucleated settlements. The economic and cultural characteristics of urban settlements are entirely different from that of rural regions. Urban settlement എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗരങ്ങളിലെ താമസ സ്ഥലങ്ങൾ. അർബൻ സെറ്റിൽമെൻറ്റ്സിൻ്റെ പ്രത്യേകത പോപ്പുലേഷൻ ഹൈ ആയിരിക്കും. കൂടുതൽ ആൾക്കാരും എൻഗേജ് ചെയ്തിരിക്കുന്നത് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലായിരിക്കും. Urban settlements are mostly nucleated settlements. The economic and cultural characteristics of urban settlements are entirely different from that of rural regions. The transition of population from rural agrarian economy to urban industrial and service sector economy is termed as urbanization. The urban population is ever increasing through urbanization. ഗ്രാമീണ കാർഷിക ഇക്കോണമിയിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സർവീസ് മേഖലയിലേക്കുള്ള പോപ്പുലേഷൻ്റെ മാറ്റത്തെയാണ് അർബനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർബനൈസേഷൻ്റെ ഫലമായിട്ട് അർബൻ പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയാണ്. ദി അർബൻ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് 31.16% ആസ് പെർ 2011 സെൻസസ്. ദ പ്രൊപ്പോർഷൻ ഓഫ് അർബൻ പോപ്പുലേഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. Goa with a 62.17%, urban population is the most urbanized state, and Himachal Pradesh with 10.04% is the least urbanized state. The urban population of Kerala is 47.72%. The urban population of Delhi, the National Capital Territory, is 97.50%. The urban population is generally high in Union Territories. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ അർബൻ പോപ്പുലേഷൻ 31.16% ആണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെയല്ല അർബൻ പോപ്പുലേഷൻ. ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഗോവയാണ്. ഗോവയിലെ അർബൻ പോപ്പുലേഷൻ 62.17% ആണ്. ഏറ്റവും ലീസ്റ്റ് പൊസിഷനിലുള്ളത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചലിലെ അർബൻ പോപ്പുലേഷൻ 10.04%. കേരളത്തിൻ്റെ അർബൻ പോപ്പുലേഷൻ 47.72% ആണ്. ഡൽഹിയിലെ അർബൻ പോപ്പുലേഷൻ 97.50% ആണ്. In India, a settlement is designated as urban based on the following criteria: population above 5,000, density of population above 400 per square kilometer, 75% or more of the population should be engaged in non-agricultural activities.
In addition, urban administrative headquarters like municipalities and corporations and military cantonments are also designated as urban irrespective of other criteria. ഇന്ത്യയിലൊരു പ്രദേശം അർബൻ സെറ്റിൽമെൻ്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എബോവ് 5000 ആയിരിക്കണം. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എബോവ് 400 പെർ സ്ക്വയർ കിലോമീറ്റർ. 75% or more than of the population should be engaged in non-agricultural activities. 75% അതിൽ കൂടുതലോ ആൾക്കാർ കാർഷികേതര ജോലികളിൽ ഉൾപ്പെടണം. കൂടാതെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻസ് തുടങ്ങിയ നഗരസഭാ കേന്ദ്രങ്ങളെയും മിലിറ്ററി കണ്ടോൺമെൻറ്റ്സ്, മിലിറ്ററിയിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെയും അർബൻ സെൻറ്റേഴ്സ് ആയിട്ടാണ് പരിഗണിക്കാറ്. Classification of urban centers based on population. The urban centers of India are classified into 6 types based on population. Observe the table to understand them. Class 1 town above 1 lakh. Class 2 town 50,000 to 1 lakh. Class 3 town 20,000 to 50,000. Class 4 town 10,000 to 20,000. Class 5 town 5,000 to 10,000. Class 6 town below 5,000. ഇന്ത്യയിലെ അർബൻ സെൻറ്റേഴ്സിനെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലാസ് 1 ടൗൺ എന്നത് 1 lakh എബോവ് പോപ്പുലേഷനുള്ള ടൗൺസ് ആണ്. ക്ലാസ് 2 ടൗൺസ് 50,000 ടു 1 lakh വരെ പോപ്പുലേഷനുള്ളത്. ക്ലാസ് 3 ടൗൺ 20,000 ടു 50,000 വരെ പോപ്പുലേഷനുള്ളത്. ക്ലാസ് 4 10,000 ടു 20,000. ക്ലാസ് 5 5,000 ടു 10,000. ക്ലാസ് 6 5,000-ൽ താഴെ പോപ്പുലേഷനുള്ളത്. ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് പോപ്പുലേഷൻ, അർബൻ സെൻറ്റേഴ്സ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ടൗൺ, സിറ്റി, മെഗാ സിറ്റി, മെട്രോപോളിസ്. ടൗൺ ഈസ് എ സ്മോൾ അർബൻ സെൻറ്റർ ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് ലെസ് ദാൻ 1 lakh. 1 lakhൽ താഴെ പോപ്പുലേഷനുള്ള ചെറിയ അർബൻ സെൻറ്റേഴ്സിനെയാണ് ടൗൺസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ തൃപ്പൂണിത്തുറ. നെക്സ്റ്റ് ഈസ് സിറ്റി. Urban centers having population between 1 lakh and 10 lakh. 1 lakhനും 10 lakhനും ഇടയിൽ പോപ്പുലേഷനുള്ള അർബൻ സെൻറ്റേഴ്സാണ് സിറ്റീസ്. എക്സാമ്പിൾ തിരുവനന്തപുരം സിറ്റി. മെഗാ സിറ്റി. Urban complex formed by the union of number of cities and having a population of above 50 lakh. അനേകം സിറ്റീസ് ചേർന്ന് രൂപം കൊള്ളുന്നതും 50 lakhലധികം പോപ്പുലേഷനുള്ളതുമായിട്ടുള്ള അർബൻ കോംപ്ലക്സ് ആണ് മെഗാ സിറ്റി എന്നത്. നെക്സ്റ്റ് ഈസ് മെട്രോപോളിസ്. ബിഗ് സിറ്റീസ് ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10 lakh. 10 lakhലധികം പോപ്പുലേഷനുള്ള വലിയ നഗരങ്ങളാണ് മെട്രോപോളിസ്. Problems faced by urban centers. There has been a manifold increase in the migration from rural to urban areas. The population of big cities is more than what they can provide. Urbanization causes various problems. Let us examine them. The major problems faced by the urban centers are slums, traffic problems, pollution, availability of drinking water, scarcity of resources, unemployment, etc. Nowadays, you might have understood the significance of population data. Human development can be made impossible only by sustaining the harmonious relationship between man and nature.